എത്രയോ റമദാൻ ഓരോ വർഷവും കയറി ഇറങ്ങിപ്പോകുമ്പോ ചില നാട്ടുകാരെ റമദാൻ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർ നോമ്പെടുത്തിട്ടുണ്ട്, ഭക്ഷണമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട്, മഗ്‌രിബ് കഴിഞ്ഞ് ഇഷ്ടം പോലെ കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ റമദാനിന് വേണ്ടി അതൊന്നും ആയിരുന്നില്ല. എന്തിനാ പട്ടിണി കിടക്കുന്നറിയോ? ഭക്ഷണം കുറച്ച് മാറ്റിവെക്കാനല്ല. അങ്ങനെ നടക്കുന്നില്ലല്ലോ. 2 നേരം ഭക്ഷണം ഒഴിവാക്കിയതിന് 5 നേരം ഏറെ കഴിക്കുന്നുണ്ട്. പിന്നെ ഇപ്പൊ എന്താ അതുകൊണ്ട് കാര്യം? അതുകൊണ്ട് ഭക്ഷണം സേവ് ചെയ്യുക അത് ഏതായാലും നടക്കണില്ല. പിന്നെ ഒന്ന് തടി കുറക്കാൻ ഒരു റജീം അല്ലെങ്കിൽ ഒരു ഡയറ്റ് അതും നടക്കണില്ല. റമദാൻ കഴിയുമ്പോ പിന്നെ 2 കിലോ കൂടാ ചെയ്യുന്നത്. പിന്നെ എന്തിനായി ഫാസ്റ്റിംഗ്? അള്ളാഹു പറഞ്ഞ കാരണം എന്താണെന്നറിയോ? വിശക്കുന്നവന്റെ വിശപ്പറിയാനാ നോമ്പെടുക്കാൻ പറഞ്ഞത്. അതൊന്നും അങ്ങനെയാണെങ്കിൽ പട്ടിണി കിടക്കുന്നവരോട് നിങ്ങൾ നോമ്പെടുക്കണ്ടെന്ന് പറയില്ലേ? കാരണം അവർക്ക് എന്തായാലും അതിന്റെ ടേസ്റ്റ് അറിയാമല്ലോ എന്താ ഈ പട്ടിണിയെന്ന്. അതുകൊണ്ട് പട്ടിണി കിടക്കുന്നവരൊന്നും BP എല്ലാവരും നോമ്പ് അങ്ങനെ പറയാം, അങ്ങനെയൊന്നുമില്ല. അവരും നോമ്പെടുക്കണം. ജയിലിൽ കഴിയുന്ന ഒരു മുസ്ലിം ആണെങ്കിൽ നോമ്പെടുക്കണം. രോഗിയാണോ? നോമ്പെടുക്കാൻ പറ്റുമോ? നോമ്പെടുക്കണം. ദാരിദ്ര്യമുണ്ടോ? റമദാനിൽ നോമ്പെടുത്തേ പറ്റൂ. അപ്പോ ദാരിദ്ര്യത്തിന്റെ കയ്പ് നീരറിയ അതൊക്കെ അതിന്റെ പ്രൈമറി ലക്ഷ്യങ്ങളിൽ പെട്ടതല്ല. അതൊക്കെ അതിനോട് തുടർന്ന് വരുന്ന ചില ഉപകാരങ്ങളാണ്. പക്ഷെ എന്തിനാണെന്നറിയോ? ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുവാൻ വേണ്ടിയാണ്. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കിയത്. അള്ളാഹുവിന്റെ സാന്നിധ്യം അറിയാനാണ് ഇവിടെ ഇഫ്അൽ ലാ തഫ്അൽ എന്ന് പറയാൻ അധികാരമുള്ള അൽ അസീസുൽ ജബ്ബാറുൽ മുതകബ്ബിർ സുബ്ഹാനഹു. ഈ അധികാരമുള്ള അള്ളാഹുവാണ് നമ്മുടെ റബ്ബ്. ഇഫ്അൽ ഇന്നത് ചെയ്യണമെന്നും ലാ തഫ്അൽ ഇന്നത് ചെയ്യരുത് എന്നും നമ്മളോട് പറയാൻ അധികാരമുണ്ട് റബ്ബിന്. ആ റബ്ബിനെ നമ്മൾ അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇത് നോക്കലാണ്. റമദാനിന്റെ പകലിൽ പച്ചവെള്ളം, സാദാ വെള്ളം റമദാൻ അല്ലാത്ത സമയത്ത് ഹലാലായിരുന്നത് റമദാനിന്റെ പകലിൽ നമുക്ക് കുടിക്കൽ ഹറാമായി മാറുന്നു. അതുവരെ ഹലാലായിരുന്ന ഭക്ഷണം പോലും റമദാനിന്റെ പകലിൽ ഹറാമാകുന്നു. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ആദ്യമേ ഹറാമാക്കുന്ന ലഹരിയും മയക്കുമരുന്നുകളും മദ്യപാനങ്ങളും തോന്നിവാസങ്ങളുമൊക്കെ എന്തുകൊണ്ടും അള്ളാഹു നിഷിദ്ധമാക്കിയതല്ലേ? അത് നിഷിദ്ധമായി തന്നെ കാണേണ്ടതല്ലേ? ഇത് പഠിപ്പിക്കുവാനാണ് റമദാൻ. റമദാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു ഗാനമേള സംഘടിപ്പിക്കുക. റമദാൻ കഴിഞ്ഞാൽ പിന്നെ പിടുത്തപ്പെട്ട പരിപാടികള്. പള്ളിന്ന് ഉസ്താദിനെ പിരിച്ചുവിടാൻ റമദാൻ കഴിഞ്ഞാൽ അള്ളാഹിനെ പിരിച്ചുവിടാനുള്ള പരിപാടിയാണ് നമ്മളല്ലേ? അതൊന്നും പറ്റില്ല. ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെടുന്നുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടായിട്ടുണ്ടോ? ഇത് നോക്കാൻ വേണ്ടിയാ നോമ്പ് നിർബന്ധമാക്കിയത്, വേറൊന്നിനല്ല. ഇവിടെ നിന്ന് അള്ളാഹ്ക്ക് നമ്മളെ ഭക്ഷണമൊന്നും വേണ്ട. ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ വലാകിൻ യനാലുഹു തഖ്വാ മിൻകും. ഉളുഹിയ്യത്ത് അറക്കാൻ വേണ്ടി പറഞ്ഞെടുത്ത അള്ളാഹു അതാ പറഞ്ഞത്. നിങ്ങളുടെ മാംസവും നിങ്ങൾ എത്ര കിൻഡലാണ് ഓരോ പള്ളിയിലും മാംസം വിതരണം ചെയ്തത്, ഈ കണക്കൊന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ്ക്ക് വേണ്ട എന്താണെന്നറിയോ? തഖ്വാ മിൻകും, നിങ്ങൾ അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധിച്ചിട്ടുണ്ടോ? എത്രത്തോളം നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് ഓർത്തിട്ടുണ്ട്? ഇത്രേ അള്ളാഹ് നോക്കുള്ളൂ. നമ്മൾ പള്ളി കമ്മിറ്റിക്കാരെ നോക്കുക എന്താ, എത്ര കിലോ നമ്മളെ പള്ളിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട് മാംസം എന്നാണ് നമ്മൾ നോക്കുക. അള്ളാഹ് പറയാ ലൻ യനാലല്ലാഹ ലുഹൂമുഹാ വലാ ദിമാഉഹാ, നിങ്ങൾ അറുത്ത മൃഗങ്ങളുടെ കന്നുകാലികളുടെ മാംസമോ അതിന്റെ ചോരയോ ഇതൊന്നും അള്ളാഹിന്റെ അടുത്തേക്ക് വരുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ട എന്താണെന്നറിയോ? വലാകിൻ യനാലുഹു തഖ്വാ മിൻകും, നിങ്ങളുടെ മനസ്സുകൾക്കുള്ളിൽ അള്ളാഹുവിന്റെ സ്ഥാനം എത്രയാണ്, അള്ളാഹിന്റെ സ്ഥാനം എത്രയാണ് നിങ്ങളുടെ ഖൽബിനുള്ളിൽ, ഇതാണ് റബ്ബ് തആല നോക്കുന്നത്. അതുകൊണ്ട് റമദാൻ ഹിദായത്തിന്റെ മാസമാണ്. റമദാൻ ഒരു വഴിത്തിരിവിന്റെ മാസമാണ്. റമദാൻ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ എന്നേക്കുമായ നന്മയുടെ കവാടം തുറന്നു വെച്ച മാസമാണ്. ഖുർആൻ ഹിദായത്തല്ലയോ? ഖുർആനെ പറ്റി പറഞ്ഞ വാക്കന്നെ അതല്ലേ? ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസ്, ഇത് ജനങ്ങൾക്ക് സന്മാർഗമാണ്. നമ്മളൊക്കെ അല്ലാഹുവിനോടൊരു ദിവസം 17 തവണയാണ് ചോദിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ സന്മാർഗം കാണിച്ചു തരണമേ. എന്തായി ചോദിക്കുന്നത്? ജന്മനാ മുസ്ലിമാകാൻ ഭാഗ്യമുണ്ടായവർ അല്ലാഹുവേ ആ ഹിദായത്ത് നിലനിർത്തിക്കൊണ്ടുപോരാൻ ഞങ്ങളെ സഹായിക്കണമേ, നിലനിർത്തിക്കൊണ്ടുപോരാൻ സഹായിക്കണമേ.